അതൊക്കെയാണ് തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. വളരെ വേദനാജനകമായ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്ന് രാവിലെ പുറത്തുവന്നു. നേരിട്ട് നമ്മൾ വാർത്തയിലേക്ക് കിടക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകന് ദാരുണാന്ത്യം. പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ മരിച്ചു. മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാൻ AV മുകേഷാണ് മരിച്ചത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലായിരുന്നു ആക്രമണം. മരണത്തിൽ മുഖ്യമന്ത്രിയും വനം മന്ത്രിയും അനുശോചിച്ചു. ഇന്ന് രാവിലെ 8 മണിക്ക് മലമ്പുഴ വേനോലി എളമ്പരക്കാടിന് സമീപം കാട്ടാന ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ചു കടക്കുന്നത് ചിത്രീകരിക്കുന്നതിനിടെ 3 അംഗ വാർത്താ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുക്കുകയായിരുന്നു. രക്ഷപ്പെട്ട ഓടുന്നതിനിടെ AV മുകേഷ് താഴെ വീണു. ഇതിനിടെ കാട്ടാന മുകേഷിനെ ചവിട്ടി. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വനമന്ത്രി AK ശശീന്ദ്രനും അനുശോചിച്ചു. നമുക്ക് ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാകരുത്. ആ രൂപത്തിലുള്ളൊരു ആലോചനക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തിനോടുള്ള ആദരാഞ്ജലികൾ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. മന്ത്രിമാരായ സജി ചെറിയാനും വീണ ജോർജും അനുശോചനം രേഖപ്പെടുത്തി. മുകേഷിന്റെ മരണം വേദനിപ്പിക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. മുകേഷിനെ പോലെയുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ, അവരുടെ ജീവൻ നിലനിർത്തപ്പെടേണ്ട ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. അകാലത്തിലുള്ള ഈ നിര്യാണത്തിൽ ഞാൻ അങ്ങേയറ്റത്തെ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യാണ്. 1 വർഷമായി മാതൃഭൂമി ന്യൂസിന്റെ പാലക്കാട് ക്യാമറാമാനായി ജോലി ചെയ്യുന്ന AV മുകേഷ് ഏറെക്കാലം ഡൽഹിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മലപ്പുറം പരപ്പനങ്ങാടി ചെട്ടിപ്പടി സ്വദേശി അവത്താൻ വീട്ടിൽ ദേവിയുടെയും പരേതനായ ഉണ്ണിയുടെയും മകനാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 പാലക്കാട്. പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിഖിൽ, AV മുകേഷ് ഒരു വേദനിപ്പിക്കുന്ന ഓർമ്മയായി മാറുന്നു. മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? തുടർ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും നിഖിൽ? TK പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മുകേഷിൻ്റെ ശരീരമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ അവരുടെ ബന്ധുക്കൾ എത്തിയ ശേഷം മാത്രമേ ആരംഭിക്കാൻ കഴിയൂ. അതാണ് ഒരു പരിമിതിയായി നിൽക്കുന്നത്. വൈകിട്ടോടുകൂടി മുകേഷിൻ്റെ ഭാര്യ ഇവിടേക്ക് എത്തിച്ചേരും. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ. തുടർന്ന് പാലക്കാട് പ്രസ് ക്ലബ്ബിലും അതിനുശേഷം മാതൃഭൂമിയുടെ പാലക്കാട്ട് യൂണിറ്റിലും പൊതുദർശനത്തിന് വെച്ച ശേഷമായിരിക്കും മൃതദേഹം മലപ്പുറം പരപ്പനങ്ങാടിയിലെ വസതിയിലേക്ക് കൊണ്ടുപോവുക. ഇന്നലെ വരെ നമ്മൾ കണ്ട ഒരു സഹപ്രവർത്തകനാണ് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു മരണം സംഭവിക്കുന്നത്. അതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഞങ്ങൾ സഹപ്രവർത്തകരാരും തന്നെ ഇതുവരെ മുക്തരായിട്ടില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു വലിയ നഷ്ടം കൂടിയാണ് മുകേഷിൻ്റെ വിയോഗം. കാരണം ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്ന കാലത്ത് പരപ്പനങ്ങാടിയിലുള്ള ഫോക്കസ് എന്നൊരു പ്രാദേശിക ചാനലിലാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജോലി ആരംഭിക്കുന്നത്. ഞാനും മുകേഷും ഒരു ബൈക്കിന് പുറകിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും വിവിധ ഇടങ്ങളിൽ പോകുന്നു, വാർത്തകൾ ശേഖരിക്കുന്നു. ഇത് വൈകിട്ട് വന്ന് മുകേഷ് തന്നെ അത് എഡിറ്റ് ചെയ്ത് അത് വാർത്ത കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ഒരുമിച്ച് തുടങ്ങിയ ആളുകളാണ്. തീർച്ചയായിട്ടും അവനെക്കുറിച്ച് ഇപ്പോൾ പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവനെക്കുറിച്ച് ഇത്രയെങ്കിലും പറയണം എന്നുള്ളത് കൊണ്ട് ആണ് ഈ സമയത്ത് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല, മുകേഷ് പിന്നീട് അവൻ്റെ യാത്ര വളരെയധികം എടുത്തു പറയേണ്ടതായിരുന്നു. ഈ ഫോക്കസ് ചാനലിൽ നിന്ന് അവൻ ഇന്ത്യ വിഷനിലേക്ക് പോകുന്നു. ഇന്ത്യ വിഷനിൽ തന്നെ ഡൽഹി ബ്യൂറോയിലും കൊച്ചിയിലും ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാതൃഭൂമിയുടെ ഡൽഹി ബ്യൂറോയിൽ എത്തിയതിന് പിന്നാലെയാണ് മുകേഷിൻ്റെ കഴിവുകൾ ഓരോന്നായി ഒരു ക്യാമറമാൻ എന്നതിലുപരി എന്തായിരുന്നു മുകേഷ് എന്ന് ഈ മാധ്യമ ലോകം തന്നെ തിരിച്ചറിയുന്നത്. ഒരുപാട് എഴുത്തുകൾ, മുകേഷിൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ തന്നെ അതിജീവനം ബൈ മുകേഷ് AV എന്നുള്ളതാണ്. അവൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കുറിപ്പുകൾ അവൻ പങ്കുവച്ചിരുന്നു. തത്സമയ റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. ഇവിടെ ഇപ്പോൾ മുകേഷിൻ്റെ റിപ്പോർട്ടർ അവധിയിലാവുന്ന ദിവസം മുകേഷാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ തരത്തിലൊക്കെ ഒരു ക്യാമറമാൻ, അതിലുപരി ഒരു മികച്ച ജേർണലിസ്റ്റ്, ഒരു മനുഷ്യ സ്നേഹി, ആ തരത്തിലെല്ലാം തന്നെ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അതിദാരുണമായിട്ടുള്ള ഒരു അന്ത്യം സംഭവിക്കുന്നത്. എന്തായാലും മുകേഷിൻ്റെ ഈ വിയോഗം നമ്മളിൽ എല്ലാവരിലും പൊതുവെ വലിയ വേദന ഉണ്ടാക്കുകയാണ്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. മുകേഷിൻ്റെ മൃതദേഹം എവിടെയാണുള്ളത്? മുകേഷിനെ പറ്റി പറയുമ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ അച്ഛനെ നഷ്ടപ്പെട്ട, ഒറ്റയ്ക്ക് ഒരു കുടുംബം പടുത്തുയർത്തിയ ഒരു ചെറുപ്പക്കാരനാണ്. മുകേഷ് പഠിക്കുന്ന കാലത്ത് മുകേഷിനെ കോളേജിൽ ചേർക്കാനൊക്കെ ഞാനും മുകേഷിൻ്റെ അമ്മയും കൂടിയാണ് പോയത്. എനിക്ക് നന്നായി ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ.
അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദന അനുഭവപ്പെടുകയാണ്. ഇന്നലെയും കൂടി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടി കണ്ട ഒരു ചെറുപ്പക്കാരൻ മുകേഷിന്റെ വിയോഗം നമുക്ക് ഉണ്ടാക്കുന്ന വേദന വളരെ അധികമാണ്. ടീക്ക എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടിയേ കാസർഗോഡാണ് മുകേഷിന്റെ ഭാര്യ ഉള്ളത്. അവരിവിടേക്ക് എത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ കഴിയൂ എന്നാണ് അറിയിക്കുന്നത്. മാതൃഭൂമി കുടുംബം ഒന്നടങ്കം ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ ഭാര്യ കൂടി എത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികൾ ഇവിടുത്തെ നമ്മുടെ MP-യും ഒക്കെ ചേർന്ന് നിർവഹിക്കുന്നുണ്ട്. അതിനുശേഷം ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം പരപ്പനങ്ങാടിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ശരി, നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നല്ലൊരു മാധ്യമ പ്രവർത്തകനെ, നല്ലൊരു സുഹൃത്തിനെയാണ് എല്ലാവർക്കും നഷ്ടമാവുന്നത്. കാട്ടാനക്കൂട്ടം പുഴ മുറിച്ച് കടക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ ഇന്ന് രാവിലെയാണ് ആക്രമണം ഉണ്ടാകുന്നത്. മുകേഷിന് വിട. കോൺഗ്രസിൽ പുതിയ പോര്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് K സുധാകരൻ മടങ്ങിയെത്തിയതിന് പിന്നാലെ കോൺഗ്രസിൽ പുതിയ വിവാദം. ഇന്ദിരാഭവനിലെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങിൽ MM ഹസൻ പങ്കെടുത്തില്ല. ഹസന്റെ സാന്നിധ്യം ആവശ്യമായിരുന്നുവെന്നും ചുമതല കൈമാറാൻ വൈകിയത് പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്യുമെന്നും K സുധാകരൻ തുറന്നടിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ വീട്ടിലെത്തി കണ്ട ശേഷമാണ് K സുധാകരൻ ഇന്ദിരാഭവനിലെത്തിയത്. KPCC ആസ്ഥാനത്ത് പ്രവർത്തകരുടെ ആവേശമായ വരവേൽപ്പ്. ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ അസാന്നിധ്യത്തിലെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടായിരുന്നു തുടക്കം. ഹസൻ പ്രസിഡന്റായിരിക്കെ എടുത്ത തീരുമാനങ്ങളിൽ കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും സുധാകരൻ തുറന്നടിച്ചു. ഹസന്റെ ഒരു സാന്നിധ്യം ആവശ്യമില്ല എന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ആവശ്യമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കൂടിയാലോചന നടന്നില്ല. ആ കൂടിയാലോചന നടത്താത്തത് പുനഃപരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നമ്മൾ തീരുമാനമെടുക്കും. മടങ്ങിവരവ് തടയാൻ പാർട്ടിക്കുള്ളിൽ ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ചോദ്യത്തിന് തന്നെ അങ്ങനെയൊന്നും പറഞ്ഞുവിടാൻ പറ്റില്ലെന്ന ഒളിയമ്പ. ഹൈക്കമാൻഡ് മറിച്ചൊരു തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിയെ നയിക്കുമെന്നും സുധാകരൻ. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്ന ഒരു വിഭാഗത്തിന്റെ മുറവിളിക്കിടെയാണ് സുധാകരന്റെ തിരിച്ചുവരവ്. ഹസൻ എടുത്ത തീരുമാനങ്ങൾ റദ്ദാക്കി മുന്നോട്ട് പോയാൽ പാർട്ടിയിൽ അതെങ്ങനെ പ്രതിഫലിക്കുമെന്നതും നിർണായകമാകും. 24 തിരുവനന്തപുരം. എയർ ഇന്ത്യ എക്സ്പ്രസിൽ മിന്നൽ പണിമുടക്ക് പെരുവഴിയിലായി യാത്രക്കാർ. അലവൻസ് വർധന ആവശ്യപ്പെട്ട് ക്യാബിൻ ക്രൂ ജീവനക്കാർ പണിമുടക്കിയതോടെ വിമാനങ്ങൾ റദ്ദ് ചെയ്ത് എയർ ഇന്ത്യ എക്സ്പ്രസ്. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദ് ചെയ്തതിനെതിരെ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ജീവനക്കാരുടെ സമരം നിയമവിരുദ്ധമാണെന്നും യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ മാപ്പ് ചോദിക്കുന്നതായും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ വിശദീകരണം. ഇത്ര കാശ് മേടിച്ച് റീഫണ്ട് തരാൻ ചോദിച്ചാൽ അത് റീഫണ്ട് 2 വീക്സ് ആവും എന്ന് പറയുന്നു. അപ്പോൾ അടുത്ത ഫ്ലൈറ്റ് 14 അല്ലെങ്കിൽ 17 തീയതി ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു എമർജൻസി ആയിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇവർ പറഞ്ഞ എന്തെങ്കിലും സൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ അതുമില്ല. എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ ആവശ്യം വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. വിസ കാലാവധി അവസാനിക്കുന്നവർ, രോഗശയ്യയിൽ കിടക്കുന്നവരെ അവസാനം നോക്ക് കാണാനെത്തിയവർ, അങ്ങനെ നീളുന്നു എയർ ഇന്ത്യയുടെ നിരുത്തരവാദിത്ത നിലപാടിൽ നട്ടം തിരിഞ്ഞവരുടെ പട്ടിക. തിരുവനന്തപുരം, കണ്ണൂർ, നെടുമ്പാശ്ശേരി, കരിപ്പൂർ വിമാനത്താവളങ്ങളിൽ നിന്നായി 35ലധികം സർവീസുകളാണ് റദ്ദ് ചെയ്തത്. അതും ഒരു മുന്നറിയിപ്പും നൽകാതെ. അപ്പൊ അവര് പറയുന്നത് കൈവഴിയാണ്. കാരണം ഇത് ഫുൾപാത്ത് ടിക്കറ്റ് പോലെയായി. അപ്പൊ നമ്മൾ ഈ എയർ ഇന്ത്യ സർവീസ് നല്ല സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ 5 മണിക്ക് ഇവിടെ വരുമ്പോഴാണ് ബോർഡിൽ എഴുതി കാണിക്കുന്നത് ക്യാൻസൽ. നമ്മുടെ ഫോണിലോ ഒന്നിലും ഒരു മെസ്സേജ് പോലും നമുക്ക് വന്നിട്ടില്ല. നമ്മൾ 10,000-6,000 രൂപ വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നു കഴിയുമ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനിയിപ്പോൾ 10-ാം തീയതിക്ക് റീഷെഡ്യൂൾ വന്നിട്ടുണ്ട്. അതിനിപ്പം 10-ാം തീയതി വീണ്ടും ഉണ്ടോ കൺഫേം അല്ല. ടിക്കറ്റ് മറ്റൊരു ദിവസം പുനഃക്രമീകരിച്ച് നൽകാമെന്ന് പറയുമ്പോഴും അന്ന് യാത്ര സാധ്യമാകുമോ എന്ന കാര്യത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉറപ്പ് നൽകുന്നില്ല. അവിടെ എത്തേണ്ട ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ്. ഇതുവരെയൊക്കെ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫെയർ കൂടിയോണ്ട് ഇങ്ങനെ നിന്നായിരുന്നു. പക്ഷെ ഇന്നത്തേക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഫ്ലൈറ്റ് ക്യാൻസൽ ആയുള്ള വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത്. അവർ പറയുന്നത് നിങ്ങൾ ക്യാൻസൽ ആക്കുക, അല്ലെങ്കിൽ ഡേറ്റ് ചേഞ്ച് ചെയ്ത് തരാം. നമുക്ക് ഡേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ലല്ലോ. വേറൊരു ദിവസം പോകാനുള്ള ചാൻസ് ഇല്ലല്ലോ. ജീവനക്കാരുടെ സമരത്തെ തുടർന്ന് വാരണാസി വിമാനത്താവളത്തിൽ 30 മലയാളികൾ കുടുങ്ങി. 2 ദിവസത്തിന് ശേഷമേ പകരം യാത്ര ഒരുക്കാനാകൂ എന്നാണ് അധികൃതർ അറിയിച്ചത്. 8:05 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരു 6:00 തന്നെ ഞങ്ങൾ എല്ലാവരും എത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ക്യാൻസൽ ചെയ്ത വിവരം. നമ്മൾ വേറൊരു അതർ ഓപ്ഷൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഇനി നാളെയും കഴിഞ്ഞ് മറ്റന്നാളാണ് ഫ്ലൈറ്റ് ഉള്ളത്. ഏകദേശം 25ഓളം മലയാളികളുണ്ട് നമ്മളിവിടെ.
അലവൻസ് കൂട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് 250-ലധികം വരുന്ന ക്യാബിൻ ക്രൂ ജീവനക്കാരുടെ പ്രതിഷേധമാണ് പ്രതിസന്ധിക്ക് വഴിവെച്ചത്. ജീവനക്കാരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകൾ തുടങ്ങി. ഇതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഉച്ചയ്ക്കുള്ള എയർ ഇന്ത്യ ദുബായ് ഫ്ലൈറ്റ് പുറപ്പെടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. യാതൊരു മുന്നറിയിപ്പുമില്ലാത്ത മിന്നൽ സമരം, അതിനെ തുടർന്ന് ഏതാണ്ട് രാജ്യാന്തര ആഭ്യന്തര സർവീസുകൾ ഏതാണ്ട് 70-ലധികം സർവീസുകൾ റദ്ദാക്കുന്ന സാഹചര്യം. അത് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് യാത്രക്കാർക്ക് ഉണ്ടാക്കുക എന്നുള്ള കാര്യം നമുക്ക് ഊഹിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ. ചില പ്രേക്ഷകർ ആ പ്രശ്നം ഏത് തരത്തിലാണ് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ചില യാത്രക്കാർക്ക് പണം തിരികെ നൽകുന്നുണ്ട്, ചിലർക്ക് ഇതിനോടകം ബദൽ സംവിധാനങ്ങൾ ഒരുക്കി നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും വലിയ ബഹുഭൂരിപക്ഷം യാത്രക്കാരും ഇപ്പോഴും ആ പ്രതിസന്ധിയിൽ തന്നെ തുടരുകയാണ്. ഏത് തരത്തിലാണ് അതിന് പരിഹാരം കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ എയർ ഇന്ത്യ ഇപ്പോഴും ഒരു പൂർണ്ണമായി അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകിയിട്ടില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ സമരം ഗൾഫിലെ യാത്രക്കാരെയും വലിയ പ്രതിസന്ധിയിലാക്കി. മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് UAE, ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നിരവധി പേരെയാണ് വലച്ചത്. വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഗൾഫിലെ വിമാനത്താവളങ്ങളിൽ എത്തിയാണ് സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ സമരം ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകളെയും യാത്രക്കാരെയും വലിയ തോതിലാണ് പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. UAE നിന്ന് ഉച്ചവരെയുള്ള ഭൂരിഭാഗം സർവീസുകളും റദ്ദാക്കിയ നിലയിലാണ്. ദുബായിൽ നിന്ന് കോഴിക്കോട്, അമൃത്സർ, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസുകളും അബുദാബിയിൽ നിന്ന് തിരുവനന്തപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും റാസൽ ഖൈമയിൽ നിന്നുള്ള സർവീസുകളുമാണ് റദ്ദാക്കിയത്. UAE നിന്ന് 30ഓളം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് ഒരു ദിവസം സർവീസ് നടത്തേണ്ടത്. അതിനാൽ തന്നെ മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയത് 100 കണക്കിന് ആളുകളെയാണ് ദുരിതത്തിലാക്കുന്നത്. വിസ കാലാവധി കഴിഞ്ഞവരും അടിയന്തര സാഹചര്യത്തിൽ നാട്ടിലെത്തേണ്ടവരും ഉൾപ്പെടെയുള്ള ആളുകളാണ് വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പലരും വലിയ തുക ടിക്കറ്റിന് നൽകിയവരാണ്. ഇവർക്കൊന്നും കൃത്യമായ വിശദീകരണം നൽകാൻ എയർലൈൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് യാത്രക്കാർ പരാതിപ്പെട്ടു. ഒമാൻ, സൗദി ഉൾപ്പെടെയുള്ള മറ്റ് GCC രാജ്യങ്ങളിലെ സർവീസുകളും മുടങ്ങിയിട്ടുണ്ട്. മസ്കറ്റിൽ നിന്ന് കണ്ണൂരിലേക്കും കൊച്ചിയിലേക്കും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്കും ഹൈദരാബാദിലേക്കുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. 24 ദുബായ്. യാത്ര മുടങ്ങിയതിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. യാത്ര മുടങ്ങിയവർക്ക് എത്രയും പെട്ടെന്ന് പകരം സൗകര്യം ഒരുക്കും എന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം. നിയമവിരുദ്ധമായ സമരമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള കാര്യമൊക്കെ ആ കമ്പനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തിരുവനന്തപുരത്ത് അടിയന്തരമായി പോകേണ്ടവർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പ്രശ്നം അകത്ത് നടന്നു. പിന്നെ ഇവർ ഡേറ്റ് മാറ്റിക്കൊടുത്ത് ഒരു 180 പേരുണ്ടായിരുന്നു. എല്ലാവരും പോയി. ഞങ്ങൾക്ക് ബോർഡിംഗ് പാസ് വരെ കിട്ടി, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് വരെ ചെയ്തതാണ്. എന്തായാലും ഞങ്ങൾ ഇത്രയും നേരം അവരോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. സന്തോഷമുണ്ട്. അപ്പോൾ ടിക്കറ്റ് ഇല്ലാഞ്ഞിട്ടല്ലായിരുന്നു, ഐ ഡോണ്ട് നോ, അതിനെപ്പറ്റി അറിയില്ല. എന്തായാലും എനിക്ക് നാളത്തെ ആവശ്യമായിരുന്നു. എന്തായാലും അവരത് ചെയ്തു തന്നിട്ടുണ്ട്. ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്രാവലേഴ്സും ഇപ്പോൾ ഇവിടെ ഇല്ല. ബാക്കി മസ്കറ്റ് ഫ്ലൈറ്റും ബാക്കി ഫ്ലൈറ്റ്സാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നെടുമ്പാശ്ശേരിയിൽ നിന്നും അതുപോലെ ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണു സുരേഷിലേക്കാണ്. വിഷ്ണു, നെടുമ്പാശ്ശേരിയിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധി, യാത്രക്കാരുടെ വലിയ പ്രതിഷേധം, അവരുടെ പ്രതികരണങ്ങളൊക്കെ രാവിലെ നമ്മൾ കണ്ടു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ പ്രശ്നം പരിഹരിക്കാനുള്ള, യാത്രക്കാർക്ക് ബദൽ സംവിധാനം ഒരുക്കാനുള്ള നടപടികളൊക്കെ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ വിഷ്ണു? രജിത്ത്, നിലവിൽ മറ്റ് സർവീസുകൾ തിരുവനന്തപുരത്തേതുപോലെ മറ്റ് സർവീസുകൾ അറേഞ്ച് ചെയ്ത് നൽകിയിട്ടില്ല. പക്ഷേ അതിന് പകരം ചില ആളുകൾക്ക് നാളത്തേക്ക് ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട്. ചില ആളുകൾക്ക് 10, 11, 12 തീയതികളിലേക്ക് റീഷെഡ്യൂൾ ചെയ്ത് നൽകിയിട്ടുണ്ട്, റീഫണ്ട് ചെയ്ത് നൽകിയിട്ടുണ്ട്. ഈ 2 ഓപ്ഷനുകളാണ് നിലവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ആളുകൾക്ക് നൽകിയിരിക്കുന്നത്. വലിയ പ്രതിഷേധം രാവിലെ ഉയർന്നിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ചില ആളുകളുടെ എല്ലാം വിസ കാലാവധി തീരുന്ന ദിവസമാണെന്ന്. അതുകൊണ്ട് അവർക്ക് ഇന്ന് അടിയന്തരമായി പോകേണ്ടതുണ്ട്. അവരെല്ലാം ഇപ്പോൾ മറ്റ് വിമാനങ്ങളെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തേണ്ട ഒരു പശ്ചാത്തലത്തിൽ സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി മറ്റു വിമാനത്തെ ആശ്രയിച്ച് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു പല ആളുകളും ഉണ്ടായിരുന്നത്. ആ നടപടി അവർ സ്വീകരിക്കുകയും ചെയ്തു. ഈ ആളുകളെ വിഷമിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ 9 മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപ്രഖ്യാപിത സമരം, സിക്ക് ലീവ് എടുത്തുകൊണ്ടാണ് 250-ലധികം വരുന്ന ഈ ക്യാബിൻ ക്രൂ അംഗങ്ങൾ അലവൻസ് കൂട്ടിത്തരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. ഇന്നലെ രാത്രി ആരംഭിച്ച സമരമാണ്. അപ്പോഴും ആ സമയങ്ങളൊക്കെ ഈ യാത്രക്കാരുമായി ബന്ധപ്പെടാനുള്ള സമയം ഈ എയർ ഇന്ത്യ അധികൃതർക്കുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് അത്തരം നിലപാട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാത്രക്കാരുടെ പ്രധാനപ്പെട്ട പരാതി. പലരും പത്തനംതിട്ടയിൽ നിന്നും കായംകുളത്തു നിന്നുമൊക്കെ രാവിലെ 4 മണിക്കത്തെ ഫ്ലൈറ്റിന് പോകുന്നതിന് വേണ്ടി പുലർച്ചെ 12 മണിയോടുകൂടി വിമാനത്താവളത്തിലേക്ക് എത്തുന്നു. അപ്പോഴും അറിയുന്നില്ല. ചെക്ക് ഇൻ ചെയ്ത് അകത്തേക്ക് കയറുന്ന ബോർഡിംഗ് പാസ് എടുക്കുന്ന ഘട്ടത്തിലാണ് അറിയുന്നത് ഈ ഫ്ലൈറ്റുകളെല്ലാം റദ്ദ് ചെയ്തിരിക്കുന്നു. അതിന്റെ കാരണം ചോദിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ കാരണങ്ങൾ വ്യക്തമാക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ് ജീവനക്കാർക്ക് അല്ലെങ്കിൽ റിസപ്ഷൻ ജീവനക്കാർക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് എയർ ഇന്ത്യ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയായിരുന്നു
ആവശ്യമായിരുന്നു. ജീവനക്കാരുടെ സമരത്തെ തുടർന്നാണ് ഇത്തരത്തിൽ ഫ്ലൈറ്റുകൾ റദ്ദു ചെയ്യണമെന്ന്. അതാണ് യാത്രക്കാരെ പെട്ടെന്ന് ക്ഷുഭിതരാക്കിയത്. ഒരു ബദൽ സംവിധാനം ഒരുക്കൂ എന്നാവശ്യപ്പെട്ടപ്പോഴും അതിനും തങ്ങൾക്ക് കൃത്യമായ മറുപടിയില്ല. ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നത് 10-12 തീയതികളിലൊക്കെ ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് വിഷ്ണു സുരേഷ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഹരികൃഷ്ണനിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു വിവരം പ്രേക്ഷകരെ അറിയിക്കാം. അത് കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ സർവീസുകൾ മുടങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യാത്രക്കാർ എത്രത്തോളം പ്രതിസന്ധിയിലായിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മണിക്കൂറുകളോളം കാത്തിരുന്ന യാത്രക്കാർക്ക് ഭക്ഷണവും താമസവും നൽകാൻ പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് തയ്യാറായിട്ടില്ല എന്നുള്ള വിമർശനമൊക്കെ ആ കത്തിൽ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അടിയന്തരമായ ഇടപെടൽ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് ആ കത്തിന്റെ ഉള്ളടക്കം. ഹരികൃഷ്ണൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, തിരുവനന്തപുരത്തെ സാഹചര്യം എന്താണ്? ഹരികൃഷ്ണൻ. റിജിത്ത്, ഈ തിരുവനന്തപുരത്തും ഈ തരത്തിൽ വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടായത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ തെക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് വിദേശത്തേക്ക് പോകാനായി മണിക്കൂറുകൾ യാത്ര ചെയ്ത് എയർപോർട്ടിൽ എത്തുമ്പോഴാണ് ഇവർ ഇത്തരത്തിലൊരു വിവരം അറിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇവർക്ക് ഈ ജീവനക്കാരുടെ സമരവുമായി ബന്ധപ്പെട്ട് സൂചന ലഭിച്ചിരുന്നെങ്കിലും അത് യാത്രക്കാരെ അറിയിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് യാത്രക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. ഈ അടിയന്തര സാഹചര്യവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ മെഡിക്കൽ സാഹചര്യം ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് വിസ കാലാവധി തീരുന്ന സാഹചര്യം, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള യാത്രക്കാർ, പെട്ടെന്ന് ഇന്ന് തന്നെ വിദേശത്തേക്ക് എത്തേണ്ട യാത്രക്കാരാണ് കൂടുതലും ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ആർക്കും ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ആദ്യം ഇവരെ അറിയിച്ചിരുന്നത് ഈ 2 മണിക്കൂർ ഫ്ലൈറ്റ് വൈകും എന്നുള്ളതാണ്. പിന്നീടാണ് ഈ ക്യാൻസൽ ആവും, ഇത് റദ്ദാകുന്നു എന്നുള്ള ഒരു വിവരം അറിയിക്കുന്നത്. അതാണ് ഈ യാത്രക്കാരെ ഏറ്റവും കൂടുതൽ വലച്ചൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇന്ന് ഏതായാലും ഈ പ്രതിഷേധ സാഹചര്യത്തിന് ശേഷം ഈ അടിയന്തര സാഹചര്യം മുൻഗണനാ ക്രമത്തിൽ, അതായത് ഈ മെഡിക്കൽ സാഹചര്യം, അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ച ഈ വിസയുടെ കാലാവധി, അതൊക്കെ ഈ മുൻഗണന അനുസരിച്ച് ഒരു ബദൽ സംവിധാനം തിരുവനന്തപുരത്തെ എയർ ഇന്ത്യയുടെ അധികൃതർ ഒരുക്കി നൽകിയിട്ടുണ്ട്. അതായത് നേരത്തെ ഇന്ന് പുറപ്പെടാനിരിക്കുന്ന ചില വിമാനങ്ങളിൽ ക്യാൻസൽ ചെയ്ത ടിക്കറ്റുകൾ ഈ അടിയന്തര സാഹചര്യമുള്ളവർക്ക് മാറ്റി നൽകിക്കൊണ്ടാണ് അത്തരം ഒരു ബദൽ സംവിധാനം ഈ അധികൃതർ ഒരുക്കി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോഴും ഈ പ്രതിസന്ധി നീളുന്നില്ല. കാരണം ഒട്ടുമിക്ക, അതായത് ഒരു ഏകദേശം 180-200ഓളം പേരാണ് ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത്. അതിൽ കൂടുതലും ഉള്ള ആളുകൾ ഇത്തരത്തിൽ അടിയന്തര സാഹചര്യത്തിൽ ഉള്ളവരാണ്. അങ്ങനെയെങ്കിൽ ഇതെങ്ങനെയാണ് ഈ പ്രതിസന്ധി മാറുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇപ്പോഴും എയർ ഇന്ത്യക്ക് ഇല്ല. എയർ ഇന്ത്യ നൽകിയിട്ടില്ല, അത്തരത്തിലൊരു വിശദീകരണം നൽകിയിട്ടില്ല. അവർ ക്ഷമ ചോദിച്ചിട്ടുണ്ട് യാത്രക്കാരോട്, റീഫണ്ടിനുള്ള സംവിധാനം നൽകിയിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയാണ്. അത് തന്നെയാണ്, വലിയ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് പോയതോടുകൂടി ബദൽ സംവിധാനങ്ങൾ ഒരുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പ്രയാസകരമാണ് എന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. എന്തായാലും ആ പ്രശ്നം, ആ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. അതെങ്ങനെ പരിഹരിക്കും എന്നുള്ള കാര്യം നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടു തന്നെ അറിയണം. വിവാദങ്ങൾക്കിടെ കോവിഷീൽഡ് ഉൾപ്പെടെയുള്ള കോവിഡ് വാക്സിനുകൾ പിൻവലിച്ച് ബ്രിട്ടീഷ് മരുന്ന് കമ്പനിയായ ആസ്ട്രാസെനക്ക വാക്സിൻ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ സമ്മതിച്ചതിന് പിന്നാലെയാണ് നീക്കം. വാണിജ്യപരമായ കാരണങ്ങളെ തുടർന്നാണ് വാക്സിൻ പിൻവലിക്കുന്നത് എന്നാണ് കമ്പനിയുടെ വിശദീകരണം. കോവിഡ് വാക്സിൻ സ്വീകരിക്കുന്നതിലൂടെ രക്തം കട്ടപിടിക്കൽ, പക്ഷാഘാതം തുടങ്ങിയ പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാമെന്ന് യൂറോപ്യൻ കോടതിയിൽ അസ്ട്രാസെനേക്ക സത്യവാങ്മൂലം നൽകിയതിനു പിന്നാലെയാണ് തീരുമാനം. ടെലഗ്രാഫാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. വാക്സിനുകൾ ഇനി നിർമ്മിക്കില്ലെന്നും വിതരണം ചെയ്യില്ലെന്നും കമ്പനി വ്യക്തമാക്കി. വിപണിയിലുള്ള സ്റ്റോക്കുകൾ തിരികെ വിളിക്കും. നിലവിൽ കോവിഡിനെതിരെ വിപണിയിൽ നിരവധി വാക്സിനുകൾ ലഭ്യമാണ്. അതിനാൽ ആവശ്യകത കുറഞ്ഞതിനെ തുടർന്നാണ് തീരുമാനമെന്ന് ആസ്ട്രാസെനേക്കയുടെ വിശദീകരണം. കോവിഷീൽഡ്, വാക്സ്പെറിയ എന്നീ പേരുകളിലാണ് ആസ്ട്രാസെനേക്ക വാക്സിൻ പുറത്തിറക്കിയിരുന്നത്. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തത്. വിഷയത്തിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മാർച്ച് 5-നാണ് വാക്സിൻ പിൻവലിക്കാനുള്ള അപേക്ഷ കമ്പനി നൽകിയത്. ഇന്നലെ മുതൽ തീരുമാനം പ്രാബല്യത്തിലായി. 300 കോടി പേരാണ് നിലവിൽ വാക്സിൻ എടുത്തിരിക്കുന്നത്. രക്തം കട്ടപിടിച്ച് 81 പേർ UK-യിൽ മരിച്ചിരുന്നു. ഇതിൽ 51 പേരുടെ ബന്ധുക്കളാണ് ആസ്ട്രാസെനേക്കയ്ക്കെതിരെ കേസ് നൽകിയത്. UK-യിൽ നിന്നുള്ള ജാമീസ് കോട്ട എന്നയാൾ കോവിഷീൽഡ് സ്വീകരിച്ചപ്പോൾ ആരോഗ്യപ്രശ്നങ്ങളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കോടതിയെ സമീപിച്ചതോടെയാണ് വാക്സിനെക്കുറിച്ചുള്ള ആശങ്ക ഉടലെടുത്തത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. SSLC ഫലം ഇന്നറിയാം. SSLC ഫലപ്രഖ്യാപനത്തിന് ഇനി 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും. 1 മണിക്കൂറിനുള്ളിൽ ഫലങ്ങൾ പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ ലഭ്യമാകും. +1 ക്ലാസുകൾ ഇത്തവണ നേരത്തെ ആരംഭിക്കുമെന്നും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും
ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട എന്നും മന്ത്രി വി ശിവൻകുട്ടി 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ആദ്യം. എല്ലാ കുട്ടികളും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഫലം അറിയുന്നതിന് വേണ്ടി തയ്യാറായിരിക്കുക. ഒരു തരത്തിലുള്ള ടെൻഷനും ആവശ്യമില്ല. കൃത്യം 3 മണിക്ക് തന്നെ ഫലം പ്രഖ്യാപിക്കുന്നതിൻ്റെ നടപടികൾ ആരംഭിക്കും. കഴിഞ്ഞ വർഷം മാർജിനൽ ഇൻക്രീസിലൂടെ അപേക്ഷ കിട്ടിയ ഏതാണ്ട് മുഴുവൻ കുട്ടികൾക്കും 1 മാസത്തെ ക്ലാസ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ പ്രാവശ്യം അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കഴിയും. ഗവൺമെന്റ് പരീക്ഷ നടത്തിപ്പിന്റെ കാര്യത്തിലായിരുന്നാലും വാല്യൂഷന്റെ കാര്യത്തിലായിരുന്നാലും അതുപോലെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി അഡ്മിഷന്റെ കാര്യത്തിലായിരുന്നാലും ഒക്കെ തന്നെ കുറ്റമറ്റതായ സംവിധാനങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു രീതിയിലുള്ള ഭയപ്പാടിന്റെ കാര്യവും ഇല്ല. തിരുവനന്തപുരത്ത് നിന്ന് വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 10-11 ദിവസം നേരത്തെ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. 3 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഏതൊക്കെ വെബ്സൈറ്റുകളിൽ ഈ ഫലം ലഭ്യമാകും? എത്ര മണിയോടുകൂടി വെബ്സൈറ്റുകളിലേക്ക് ഈ ഫലം എത്തും? അങ്ങനെ രക്ഷിതാക്കൾക്ക്, വിദ്യാർത്ഥികൾക്കൊക്കെയുള്ള സംശയങ്ങൾക്കുള്ള മറുപടി ഗിരീഷ്. റിയത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ വർഷം വളരെ നേരത്തെയാണ് SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 19-നായിരുന്നുവെങ്കിൽ ഇത്തവണ മെയ് 8-ന് തന്നെ ഈ പരീക്ഷാഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതനുസരിച്ചുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കൃത്യം 3 മണിക്ക് PR ചേംബറിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫലപ്രഖ്യാപനം നടത്തും. ഇതിനുശേഷം 4 മണി മുതൽ വെബ്സൈറ്റുകളിൽ ഫലം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പരീക്ഷാഭവന്റെയും PRDയുടെയും ഉൾപ്പെടെ 4ഓളം വെബ്സൈറ്റുകളിൽ ഇതിൻ്റെ ഫലം അറിയാം. പരീക്ഷാഭവൻ .kerala.gov.in, അതോടൊപ്പം തന്നെ PRD.kerala.gov.in, അതോടൊപ്പം SSLC exam.kerala.gov.in, അതോടൊപ്പം തന്നെ കൈറ്റിൻ്റെ സംവിധാനത്തിലും ഫലം അറിയുന്നതിന് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. result.kite.kerala.gov.in തുടങ്ങിയ സൈറ്റുകളിൽ അറിയാം. അതോടൊപ്പം തന്നെ കൈറ്റിൻ്റെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, PRDയുടെ മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. ഇത്തരം മാർഗങ്ങളിലൂടെ 4 മണി മുതൽ ഫലം അറിഞ്ഞു തുടങ്ങാം എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇത്തവണയുണ്ട് 4,27,000 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. ഇതിനുശേഷം 70 ക്യാമ്പുകളിലായി മൂല്യനിർണ്ണയം നടന്നു. ഏപ്രിൽ 3 മുതലാണ് ഈ മൂല്യനിർണ്ണയം നടന്നത്. ഇത് 20-ന് പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നത്. ഫലത്തിന് പരീക്ഷാ ബോർഡ് അംഗീകാരവും നൽകിയിട്ടുണ്ട്. റിജിത്ത്, ശരി. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. 3 മണിക്കാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനം. അതിനായി നമുക്ക് കാത്തിരിക്കാം. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ശക്തമാക്കുന്നുണ്ട് പ്രതിപക്ഷം. അതടക്കം പ്രധാനപ്പെട്ട വാർത്തകൾ കാത്തിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ബ്രേക്ക്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഒരുപാട് പ്രേക്ഷകർ കമന്റ് ബോക്സിൽ സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ ഉള്ളതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിലേക്ക് അധികം പോകാൻ കഴിഞ്ഞിട്ടില്ല. SSLC ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ണിയെ എന്ന് പറയുന്ന പ്രേക്ഷകൻ കുട്ടികളോടായി പറയുന്നത്, മാർക്ക് അല്പം കുറഞ്ഞാലും ഗ്രേഡ് അല്പം കുറഞ്ഞാലും ഒന്നും കുട്ടികളൊന്നും വിഷമിക്കരുത്. ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈ പരീക്ഷയൊന്നുമല്ല എന്ന് നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണമെന്ന് വിദ്യാർത്ഥികളോടായി ഉണ്ണിയെ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. അതുപോലെ ചില പ്രേക്ഷകർ ഇന്ന് ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ പിറന്നാളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ചില പ്രേക്ഷകർ ആശംസകൾ നേരുന്നത് കണ്ടിട്ടായിരിക്കണം. ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. ആശംസകൾ അറിയിക്കണമെന്ന് പറയുന്നവരുണ്ട്. ഉറപ്പായും നിങ്ങളുടെ ആശംസകൾ അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്യാം. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര നടത്തിയത് എന്തിനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. യാത്രയുടെ ചെലവ് എങ്ങനെയെന്ന് UDF അന്വേഷിക്കുമെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ വ്യക്തമാക്കി. വിദേശയാത്ര നടത്തുന്നതിന് പ്രതിപക്ഷം എതിരല്ലെന്നും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതീവ രഹസ്യമായി യാത്ര നടത്തിയത് എന്തിനെന്ന് മനസ്സിലാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ ആരാണ് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിൽ മന്ത്രിസഭാ യോഗം പോലും ചേരുന്നില്ലെന്നും വി ഡി സതീശൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ രഹസ്യാത്മകത എന്തിനെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ ചോദിച്ചു. യാത്രയുടെ ചിലവ് എങ്ങനെയെന്ന് UDF അന്വേഷിക്കുമെന്നും K സുധാകരൻ. ചിലവെങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ മോശമൊന്നുമല്ല, നമ്മൾ അന്വേഷിക്കും, കണ്ടെത്തുകയും ചെയ്യും. അതിന് സ്പോൺസർഷിപ്പ് അല്ലാതെ പാരമ്പര്യമായ സ്വത്തിൻ്റെ അകത്തുകൊണ്ട് എന്താ? മുഖ്യമന്ത്രിയുടെ വിദേശയാത്രാ ഉദ്ദേശം വ്യക്തമാക്കണമെന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഞാൻ മകനെ സന്ദർശിക്കാൻ ദുബായിലേക്ക് പോന്നു പറഞ്ഞാൽ ആർക്കെന്താ എന്ത് ഒബ്ജക്ഷൻ പറയാൻ പറ്റുമോ? വേണ്ടാന്ന് പറയാൻ പറ്റുമോ? പക്ഷേ ഈ ഒരു ഇന്തോനേഷ്യ ഒക്കെ പോയിക്കോട്ടെ, പക്ഷെ എന്തിനാണെന്ന് പറയണ്ടേ? പിന്നെ ഈ സ്പോൺസർ ചെയ്യുന്നവർ ചോദിക്കുന്ന എന്താ അറിയോ? സ്പോൺസർ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം. കാരണം
അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നുള്ളതുകൊണ്ട് സ്പോൺസർഷിപ്പ് പാടില്ല എന്ന് ആദ്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ആരോപണം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. തീരപ്രദേശത്തുൾപ്പെടെയുള്ളവർക്ക് അടിയന്തര സഹായം വേണ്ടപ്പോൾ മന്ത്രിസഭാ യോഗം ചേരാതിരുന്നതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം. മുസ്ലിം ലീഗിനെതിരായ പരാമർശത്തിൽ സമസ്ത മുശാവറ അംഗം ഉമർ ഫൈസി മുക്കത്തിന് മറുപടിയുമായി സാദിഖ് അലി ശിഹാബ് തങ്ങൾ. PMA ഇസ്ലാമിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സമസ്ത ആവശ്യപ്പെട്ടിട്ടില്ല. ഭാരവാഹികളെ തീരുമാനിക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ലീഗിൻ്റെ ആഭ്യന്തര കാര്യമല്ലേ, ലീഗല്ലേ തീരുമാനിക്കേണ്ടത്. ലീഗിൻ്റെ ഭാരവാഹികൾ ആരായിരിക്കണം എന്നൊക്കെ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുക. മുസ്ലിം ലീഗിൻ്റെ കൗൺസിലുണ്ട്, അതിൻ്റെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരൊക്കെയാണല്ലോ തീരുമാനിക്കുക. സമസ്തയൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, സമസ്ത അങ്ങനെ പറയില്ല. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സമീർ, എന്താണ് സാദിഖ് അലി തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്? സമീർ. ശ്രീജിത്ത്, സമസ്തക്കെതിരെ തുടർച്ചയായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വിവിധ തലങ്ങളിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. CH മുഹമ്മദ് കോയയും അതുപോലെ തന്നെ കൊരമ്പൽ അഹമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ കൈകാര്യം ചെയ്ത അത്തരമൊരു സ്ഥാനമാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് സംസ്ഥയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി തങ്ങളെയും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളെയും വിമർശിക്കുന്നത്. ഇത്തരം വിമർശനങ്ങളുമായിട്ട് PMA സലാം മുന്നോട്ട് പോകുമ്പോൾ ആ വിഷയത്തിൽ ഒരു തിരുത്തൽ ഉണ്ടാവണം, സലാമിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യമാണ് സംസ്ഥ മുഷാവറ അംഗവും സംസ്ഥയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഉമർ ഫൈസി മുക്കം ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ അത് മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ സംസ്ഥയെയും സമുദായത്തെയും ബാധിക്കും. അതുകൊണ്ട് തന്നെ സലാമിനെ അടിയന്തരമായി ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന ആവശ്യമാണ് ഉമർ ഫൈസി മുന്നോട്ട് വെച്ചത്. ഉമർ ഫൈസി മുന്നോട്ട് വെച്ച ഈ ആവശ്യത്തോട് സംസ്ഥയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SKSSF യോജിച്ചു. ഉമർ ഫൈസി പറഞ്ഞത് സംസ്ഥയുടെ പൊതുവികാരമാണ്, അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ഒരു ഇടപെടൽ മുസ്ലിം ലീഗിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, നേതൃസ്ഥാനത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഉമർ ഫൈസി അത്തരം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. സമസ്ത PMA സലാമിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെടുകയുമില്ല. അത്രമേൽ ബന്ധമാണ് ലീഗും സംസ്ഥയും തമ്മിൽ ഉള്ളത് എന്നും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ കൗൺസിലാണ്. കൗൺസിൽ ചേർന്നുകൊണ്ടാണ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ആഭ്യന്തര കാര്യമാണത്, അതിൽ മറ്റുള്ളവരുടെ അഭിപ്രായം തേടേണ്ടതില്ല, അല്ലെങ്കിൽ അത്തരം അഭിപ്രായങ്ങൾ മുഖവിലേക്കെടുക്കുന്നില്ല എന്ന കാര്യം കൂടിയാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയത്. ഇതോടൊപ്പം തന്നെ തങ്ങൾ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പൊന്നാനിയിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന KS ഹംസയാണ് അവിടെ ഇടത് സ്ഥാനാർത്ഥി. അവിടെ സംസ്ഥയുടെ ഒരു വിഭാഗം വോട്ട് ചോർത്തി എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. അത്തരം ഒരു വിഷയങ്ങളിൽ കൂടി സാദിഖ് അലി തങ്ങൾ നിലപാട് വ്യക്തമാക്കുകയാണ്. അവിടെ ഒരു വിധത്തിലും അടിയൊഴുക്കം ഉണ്ടായിട്ടില്ല, ഒരു വിധത്തിലും ആശങ്കപ്പെടുന്ന സാഹചര്യമില്ല. UDF വിജയിക്കും. അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം നടന്നത്, അല്ലാതെ സമസ്തയോ ലീഗോ അത്തരത്തിലുള്ള ഒരു. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് സാദിഖ് അലി തങ്ങളുടെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. രാജ്യത്തെ വൈവിധ്യത്തെക്കുറിച്ചുള്ള കോൺഗ്രസ് നേതാവ് സാം പിട്രോഡയുടെ പരാമർശം വിവാദത്തിൽ. ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെ ആണ് എന്നുമാണ് പരാമർശം. പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയെന്നും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയെന്നും പിട്രോഡയുടെ പരാമർശം. അച്യുതൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ വിവാദ പരാമർശം അത് കോൺഗ്രസ് തള്ളുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രതികരണം അല്പസമയം മുമ്പ് പുറത്തു വന്നു. ശിവസേനയിൽ നിന്ന് പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിവാദം പുരോഗമിക്കുന്നത്? വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു? അച്യുതൻ. റീജിത്ത്, ഈ വൈവിധ്യങ്ങളെ കുറിച്ചുള്ള ഇന്ത്യയുടെ വൈവിധ്യത്തെ കുറിച്ചുള്ള പ്രതികരണത്തിനിടയിലാണ് ഈ വിവാദ പരാമർശം സാം പിട്രോഡ നടത്തിയത്. അതായത് ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെ, കിഴക്കുള്ളവർ ചൈനക്കാരെ പോലെ, പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും വടക്കുള്ളവർ വെള്ളക്കാരെ പോലെയും എന്നുള്ള പരാമർശമായിരുന്നു നടത്തിയിരുന്നത്. എന്തായാലും ഇതിനെതിരെ BJP ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മാറ്റിയിട്ടുണ്ട്. അതായത് ഈ വർണ്ണത്തിന്റെ പേരിൽ കോൺഗ്രസ് ആളുകളെ അത്തരത്തിൽ കാണുന്നു എന്നടക്കമുള്ളതാണ് BJP-യുടെ ഭാഗത്തു നിന്ന് ഉയരുന്ന പരാമർശം. അല്പം മുൻപ് UBT ശിവസേനയുടെ ബുദ്ധ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദിയും പ്രതികരിച്ചിരുന്നു. പ്രിയങ്ക പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന്റെ ഈ പറഞ്ഞതുപോലുള്ള മാനിഫെസ്റ്റോ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ തന്നെ താരപ്രചാരകരുടെ പട്ടികയിലോ ഇല്ലാത്ത ഒരാളാണ്. വിദേശത്തിരുന്ന് നടത്തുന്ന ഇത്തരം പ്രസ്താവനകളിൽ ഇന്ത്യ പ്രതികരിക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്ന തരത്തിലായിരുന്നു പ്രിയങ്ക ചതുർവേദി പ്രതികരിച്ചത്. കോൺഗ്രസും ഔദ്യോഗികമായി ഇതിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അതായത് ജയറാം രമേശാണ് ആ കാര്യം അറിയിച്ചത്. പിട്രോഡ പ്രസ്താവന അത് നിർഭാഗ്യകരവും അസ്വീകാര്യവുമാണ്. അതുകൊണ്ട് തന്നെ പ്രസ്താവനയിൽ നിന്ന് പാർട്ടി പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും
ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത് രാഷ്ട്രീയ വിവാദത്തിന് കൂടി വഴിവെച്ചിരിക്കുകയാണ്. ശരി, പിട്രോഡയുടെ പരാമർശം തള്ളുകയാണ് കോൺഗ്രസ് നേതൃത്വം. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ ആയുധമാക്കിയതിനെ മാറ്റുന്നുണ്ട് BJP നേതൃത്വം. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തു. പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയാണ് കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ബാലകൃഷ്ണന്റെ ബന്ധു ക്ഷണിച്ചത് പ്രകാരമാണ് ചടങ്ങിൽ പങ്കെടുത്തത് എന്നാണ് പ്രമോദ് പെരിയയുടെ പ്രതികരണം. അരുൺ പാറക്കൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോട്ട് നിന്ന്. അരുൺ, വിശദാംശങ്ങൾ എന്താണ്? രജിത്ത്, പെരിയ ഇരട്ടക്കൊലക്കേസിലെ 13ാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹത്തിന്റെ റിസപ്ഷൻ ചടങ്ങിലാണ് ഈ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തത്. കോൺഗ്രസിനെ സംബന്ധിച്ച് CPM-നെതിരെയുള്ള ഏറ്റവും വലിയ ആയുധം, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട 2 പ്രവർത്തകരെയായിരുന്നു പെരിയയിൽ CPM പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടത്. എന്തായാലും അവരുടെ പ്രതിയുടെ വിവാഹ ചടങ്ങിൽ ഈ മണ്ഡലം പ്രസിഡന്റ്, പെരിയ മണ്ഡലം പ്രസിഡന്റ് പങ്കെടുത്തു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് സംബന്ധിച്ച വിവാദമായിരിക്കുന്നത്. പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയാണ് ഈ വിവാഹത്തിലെ റിസപ്ഷനിൽ പങ്കെടുത്തിരിക്കുന്നത്. അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിടുകയും ചെയ്തു. എന്തായാലും കോൺഗ്രസിനുള്ളിൽ ഇത് സംബന്ധിച്ച വലിയ ഭിന്നത ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. DCC പ്രസിഡന്റിന്റെ ഇതേക്കുറിച്ചുള്ള അഭിപ്രായം, വിശദീകരണം നമ്മൾ നേരത്തെ അല്പസമയം മുമ്പ് ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് രക്തസാക്ഷികളെ അപമാനിച്ചതിന് തുല്യമാണ് മണ്ഡലം പ്രസിഡന്റ് നടപടി. നേതൃസ്ഥാനത്തിരിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രത പുലർത്തണം. ഇപ്പോൾ അത്തരത്തിലൊരു ജാഗ്രത ഇവിടെ ഉണ്ടായിട്ടില്ല. എന്തായാലും ശക്തമായ നടപടി പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട കൈക്കൊള്ളുമെന്നും DCC പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. വലിയൊരു വിഭാഗം ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയിച്ചത്. ശരി, അരുൺ പാറക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ കോൺഗ്രസ് നേതാവ് പങ്കെടുത്തത് വിവാദമാകുന്നു. ആ നടപടിയെ തള്ളുന്നുണ്ട് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം. നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിലും പോളിംഗ് കുറവ്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. In association with Durashine Roof and Wall Sheets, ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Alliance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടത്തിൽ 64.58% പോളിംഗ്. വോട്ടെടുപ്പ് ദിവസം റോഡ് ഷോ നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. അംബാനിയും അദാനിയും കോടിക്കണക്കിന് രൂപ കോൺഗ്രസിന് നൽകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. ദക്ഷിണേന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്ന കോൺഗ്രസ് നേതാവ് സാം പിട്രോഡയുടെ പരാമർശത്തിൽ വിവാദം തുടരുകയാണ്. 11 സംസ്ഥാനങ്ങളിലായി 93 മണ്ഡലങ്ങളിൽ നടന്ന 3ാം ഘട്ട വോട്ടെടുപ്പിൽ 64.58% പോളിംഗ് രേഖപ്പെടുത്തി. അസം, ഗോവ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിൽ ഉയർന്ന പോളിംഗ് നിരക്ക് രേഖപ്പെടുത്തിയപ്പോൾ കനത്ത പോരാട്ടം നടക്കുന്ന മഹാരാഷ്ട്രയിലാണ് കുറഞ്ഞ പോളിംഗ് നിരക്ക്. ആദ്യ 3 ഘട്ടങ്ങൾ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമെന്ന് CPI ജനറൽ സെക്രട്ടറി D. രാജ. Our reports are very positive and our objective in these elections is to defeat BJP. അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും കോൺഗ്രസ് കോടിക്കണക്കിന് രൂപ സംഭാവന വാങ്ങിയതായി തെലങ്കാനയിലെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപിച്ചു. आपने रातों रात अंबानी अडानी इनको गाली देना बंद कर दिया. जरूर दाल में कुछ काला है. ആദ്യമായാണ് പ്രധാനമന്ത്രി അംബാനിയുടെയും അദാനിയുടെയും പേര് പരാമർശിക്കുന്നത്. ഗുജറാത്തിൽ വോട്ട് ചെയ്യാൻ പ്രധാനമന്ത്രി റോഡ് ഷോയായി എത്തിയത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ദേശീയ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട നരേന്ദ്രമോദി സമനില തെറ്റിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ കടിഞ്ഞാണിടാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യം പറയുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണി നാളെ വൈകുന്നേരം 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. 24 ഡൽഹി. ഹരിയാനയിലേക്ക് പോയാൽ അവിടെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നു. BJP സർക്കാർ പ്രതിസന്ധിയിലാണ്. 3 സ്വതന്ത്ര MLA-മാർ പിന്തുണ പിൻവലിച്ചതിന് പിന്നാലെ BJPയെ പിന്തുണച്ചിരുന്ന ജനനായക് ജനതാ പാർട്ടി സർക്കാരിനെ താഴെയിറക്കാൻ ആഹ്വാനം ചെയ്തു.
ധാർമ്മികതയുണ്ടെങ്കിൽ സർക്കാർ രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 47 MLA-മാരുടെ പിന്തുണ ഇപ്പോഴും ഉണ്ട് എന്നാണ് BJP-യുടെ അവകാശവാദം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടിയിൽ പ്രതിസന്ധിയിൽ തുടരുകയാണ് ഹരിയാന സർക്കാർ. പ്രതിപക്ഷ നിരയിലെ MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ BJP തുടങ്ങി. JJP വിമതരായ 4 MLA-മാരുടെ പിന്തുണയുണ്ടെന്നാണ് BJP-യുടെ അവകാശവാദം. बहुत से लोग हमारे संपर्क में हैं, वो चाहे JJP के हो चाहे कांग्रेस के हो, वो अपने घर को संभाल के रखें, वरना वो चाहें तो उनके 30 विधायक आए मैदान में, देखेंगे क्या होना है. നേരത്തെ BJP പിന്തുണച്ചിരുന്ന ജനനായക് ജനതാ പാർട്ടി ഹരിയാന സർക്കാരിനെ താഴെയിറക്കണമെന്ന് ആഹ്വാനം ചെയ്തു. സർക്കാർ രൂപീകരണത്തിനായി പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ മുൻകൈയെടുക്കണമെന്ന് JJP അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് കർഷക പ്രതിഷേധം JJP-യും നേരിടുന്നതിനാൽ JJP-യുമായി കോൺഗ്രസ് സർക്കാർ രൂപീകരണ നീക്കങ്ങളിലേക്ക് കടക്കാൻ ഇടയില്ല. ഞങ്ങളാരും തന്ത്രങ്ങൾ നീക്കേണ്ട കാര്യമില്ല. ആ സർക്കാർ ഇപ്പം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരായി മാറിക്കഴിഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ ആ സർക്കാർ രാജിവെക്കണം. ഇവർക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസവുമില്ലല്ലോ. 90-അംഗ നിയമസഭയിൽ നിലവിൽ 88 പേർ ഉള്ളതിനാൽ ഭൂരിപക്ഷത്തിന് 45 അംഗങ്ങളുടെ പിന്തുണയാണ് വേണ്ടത്. സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടെ BJP-യുടെ സംഖ്യ 43 കുറഞ്ഞു. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് സർക്കാർ വീണാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP-ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും. 24 ഡൽഹി. സംസ്ഥാന BJP-യിൽ നേതൃമാറ്റമില്ല എന്ന് സൂചന നൽകി പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ഇന്നലെ ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗത്തിലാണ് K. സുരേന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ ടീം തന്നെ തുടരുമെന്ന് പ്രകാശ് ജാവ്ദേക്കറും ഭാരവാഹി യോഗത്തിൽ വ്യക്തമാക്കി. അതിനിടെ നേതൃമാറ്റം വേണമെന്നാവശ്യപ്പെട്ട് കൃഷ്ണദാസ് പക്ഷം ദേശീയ നേതൃത്വത്തെ സമീപിച്ചേക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക വിഭാഗത്തിൽ നിന്നുണ്ടായ അവഗണനയാണ് K. സുരേന്ദ്രനെതിരായ PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ തുറുപ്പുചീട്ട്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ഔദ്യോഗിക നേതൃത്വം പെരുമാറിയെന്നതടക്കം ദേശീയ നേതൃത്വത്തിനു മുന്നിൽ അക്കമിട്ടു നിരത്താനാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനു പിന്നാലെ സംഘടനാ തെരഞ്ഞെടുപ്പിനും അതുവഴി നേതൃമാറ്റത്തിനും കാത്തിരിക്കുന്ന PK കൃഷ്ണദാസ് പക്ഷത്തിന്റെ ആശകൾ തല്ലിക്കെടുത്തുകയാണ് പക്ഷേ ഔദ്യോഗിക വിഭാഗം. സംസ്ഥാന BJP-യിൽ നേതൃമാറ്റം ഉണ്ടാകില്ലെന്ന സൂചന നൽകി പ്രസിഡന്റ് K. സുരേന്ദ്രൻ തന്നെ രംഗത്തെത്തിയത് അതിനു തെളിവ്. വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഈ ടീം തന്നെ തുടരുമെന്ന് പ്രകാശ് ജാവ്ദേക്കറും ഇന്നലെ ചേർന്ന ഭാരവാഹി യോഗത്തിൽ വ്യക്തമാക്കി. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊരുങ്ങാൻ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധ്യതയുള്ള നിയമസഭാ സീറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നേതാക്കൾക്കും നിർദ്ദേശം നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് BJP ഔദ്യോഗികമായി കടക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനം ഉയരുമെന്നാണ് സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നത്. 18% വോട്ട് ഷെയർ BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി. മുമ്പും അയോധ്യയിലെത്തിയിട്ടുണ്ടെന്നും ശാന്തി നൽകുന്നിടത്തെത്താൻ സാധിച്ചതിൽ സന്തോഷമെന്നും ഗവർണർ പ്രതികരിച്ചു. तो यहाँ के बहुत खुशी होती है, शांति मिलती है और पूरे देश ने इसकी खुशी मनाई है. आज औपचारिक रूप से, आते पहले भी रहे पर आज औपचारिक रूप से दर्शन का मौका मिलेगा. ചൂടിന്റെ കാര്യം എല്ലാവരും വിട്ടോ എന്ന് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. വൈദ്യുതി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധി ആശങ്കയൊക്കെ നിലനിന്നിരുന്നല്ലോ, അതിന്റെ അപ്ഡേഷൻ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈദ്യുതി ഉപയോഗത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ചൂടിന് നേരിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ജില്ലകളിൽ മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലവുമുണ്ട്. നാളെയോടുകൂടി വേനൽ മഴ സജീവമാകും എന്നുള്ള മുന്നറിയിപ്പും ഇന്ന് പുറത്തു വന്നിരുന്നു. ഇനി ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ നമ്മൾ പരിശോധിക്കും. ഷോർട്ട് ബ്രേക്ക്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI വിദഗ്ധ അഭിപ്രായം തേടി. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ പൊതുവിചാരണയ്ക്ക് വിധേയനായെന്നും മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു എന്നുമാണ് കുറ്റപത്രത്തിലെ പരാമർശം. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് CBIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇങ്ങനെ ഈ വിദഗ്ധ അഭിപ്രായം തേടുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോകുന്നത് ഏത് പശ്ചാത്തലത്തിലാണ്? അതുപോലെ അതിക്രൂരമായ പീഡനം നേരിടേണ്ടി വന്നു എന്ന് കുറ്റപത്രം വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ശ്രീകാന്ത്? ഈ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുറ്റപത്രത്തിലെ പരാമർശങ്ങൾ ഇപ്പോൾ വിശദമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇപ്രകാരമാണ്: സിദ്ധാർത്ഥൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു, പൊതുവിചാരണയ്ക്ക് വിധേയനായി, മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു, വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി അത് ചോദ്യം ചെയ്യുന്നതിനിടെ പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രമടക്കം അഴിച്ചുമാറ്റി, ബെൽറ്റും കേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ തുടർച്ചയായി മർദ്ദിക്കുകയും തല്ലുകയും ചവിട്ടുകയും ഒക്കെ ചെയ്തു. ഭാഗികമായി നഗ്നനായ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുൻപാകെ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായി
എന്നാണ് CBI ചൂണ്ടിക്കാണിക്കുന്നത്. ഫെബ്രുവരി 16 രാത്രി 9:30 ആരംഭിച്ച മർദ്ദനം, അപമാനിക്കൽ, ആക്രമണം എന്നിവ ഫെബ്രുവരി 17 പുലർച്ചെ 1 മണി വരെ നീണ്ടു എന്നാണ് CBIയുടെ കുറ്റപത്രത്തിൽ പറയുന്നത്. അത്യന്തം ക്രൂരമായ ആക്രമണം നടന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തം. അതേസമയം ഇത് തൂങ്ങിമരണം തന്നെയാണോ അതോ കൊലപാതകമാണോ എന്ന സംശയം CBIക്കുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ മറ്റൊരു നടപടി. അതായത് അതിൽ CBI വിദഗ്ധ അഭിപ്രായം തേടിയിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ഒരു മെഡിക്കൽ ബോർഡ് കൂടാനും അത് പരിശോധിച്ച ശേഷം കൃത്യമായ ഒരു വിദഗ്ധ ഉപദേശം നൽകാനുമാണ് അവർ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് കുടുംബം ആരോപിക്കുന്നത് പോലെ ഇത് കൊലപാതകമാണോ എന്ന സംശയം CBIക്കുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടത്. അത് അവസാന വട്ടം ഈ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കും മുമ്പ് അതിലുള്ള എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. അമേരിക്കയിലെ ഡാലസിൽ പ്രഭാത നടത്തത്തിനിടെ വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്ത ചികിത്സയിൽ തുടരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ഇന്നലെ പൂർത്തിയായി. നെഞ്ചിനും തലയ്ക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. സാധാരണ ബിലീവേഴ്സ് ചർച്ച് ക്യാമ്പസിനകത്താണ് മെത്രാപ്പൊലീത്തയുടെ പ്രഭാത നടത്തം. ഇന്നലെ ക്യാമ്പസിന് പുറത്ത് ഇറങ്ങിയപ്പോഴാണ് അപകടം ഉണ്ടായത്. അപകടമുണ്ടാക്കിയ വാഹനം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് വീട്ടമ്മ മരിച്ചു എന്ന വിവരം ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. വേങ്ങൂർ പഞ്ചായത്തിലെ ജോളിയാണ് മരിച്ചത്. പഞ്ചായത്തിൽ 50-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരുന്നു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്യാം, വിശദാംശങ്ങൾ എന്താണ്? ശ്യാം, റിജിത്തെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി വേങ്ങൂർ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയായിരുന്നു. ഇതിൽ പലരും ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിനിടെയാണ് മഞ്ഞപ്പിത്തം ബാധിച്ച വീട്ടമ്മ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് ഇവരെ സ്ഥിതി ഗുരുതരമായതിനാൽ മാറ്റിയിരുന്നു. ചികിത്സയ്ക്കിടെ മരിച്ചത്. നിലവിൽ പഞ്ചായത്തിൽ ഇതുവരെ 115-ലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. അതിനിടെയാണ് രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഒരു വീട്ടമ്മ മരിച്ചിരിക്കുന്നത്. ശരി, എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ്. എന്നാൽ പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ കുറവുണ്ടാകാത്തത് KSEB ആശങ്കയിലാക്കുന്നുണ്ട്. പ്രതിസന്ധിയെക്കുറിച്ച് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ബോർഡിലെ സംഘടനകളുമായി ചർച്ച നടത്തി. നാളെ ഉന്നതതല യോഗവും ചേരും. കഴിഞ്ഞ 2 ദിവസമായി വൈദ്യുതി ഉപഭോഗത്തിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. ഇന്നലെ വൈദ്യുതി ഉപഭോഗം 110.06 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നു. എന്നാൽ വൈകിട്ട് 6 മുതൽ രാത്രി 12 വരെയുള്ള പീക്ക് സമയത്തെ ആവശ്യകത വർദ്ധിച്ചു. തിങ്കളാഴ്ച 5639 മെഗാവാട്ടായിരുന്ന ആവശ്യകത ഇന്നലെ 5728 മെഗാവാട്ടായി വർദ്ധിച്ചു. പീക്ക് സമയത്തെ ആവശ്യകതയിൽ കുറവുണ്ടാകാത്തത് ബോർഡിനെ ആശങ്കയിലാക്കുന്നു. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ബോർഡിലെ സർവീസ് സംഘടനകളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് ചർച്ച നടത്തി. ഓൺലൈനായിട്ടായിരുന്നു യോഗം. സംഘടനകളുടെ നിർദ്ദേശങ്ങൾ അറിയുകയായിരുന്നു ലക്ഷ്യം. പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തിയ ശേഷമുള്ള സ്ഥിതി വിലയിരുത്താൻ നാളെ മന്ത്രിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേരും. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ മുതലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. നിയന്ത്രണം ഏതു തരത്തിൽ തുടരണമെന്നതിൽ യോഗം തീരുമാനമെടുക്കും. 24 തിരുവനന്തപുരം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ചില പ്രേക്ഷകർ നേരത്തെ ചൂടുമായി ബന്ധപ്പെട്ട കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്നൊക്കെ കമന്റ് ബോക്സിൽ ചോദിച്ചു കണ്ടിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് ജില്ലകളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തിയേക്കും. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അലക്സ്, കാലാവസ്ഥാ മുന്നറിയിപ്പ് എങ്ങനെയാണ്? അലക്സ്, റിജിത്ത്, ചൂട് അങ്ങനെ തുടരുകയാണ്, അങ്ങനെ ഉയർന്നു തന്നെ തുടരുകയാണ് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ. പ്രത്യേകിച്ച് കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത്, ആലപ്പുഴയിലും കോഴിക്കോടും ഇന്നും നാളെയും ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ് അല്പം മുമ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൂടേറിയതും അതുപോലെ അസ്വസ്ഥതയേറിയതുമായ അന്തരീക്ഷ സ്ഥിതി അടുത്ത 3 ദിവസം തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും കോഴിക്കോടും രാത്രികാല താപനില മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജില്ലകൾക്ക് പുറമെ 9 ജില്ലകൾ, അതായത് ആകെ 12 ജില്ലകളിൽ സംസ്ഥാനത്ത് ചൂട് ഉയർന്നു തന്നെ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൊല്ലം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കൂടിയ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, മലപ്പുറത്തും കാസർഗോഡും ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 3 മുതൽ
5 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടിയ ചൂടായിരിക്കും രേഖപ്പെടുത്തുക ഈ ജില്ലകളിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. അതിനാൽ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നേരത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പും ഒക്കെ നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ. ശരി, അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. കാലാവസ്ഥാ റിപ്പോർട്ടോടുകൂടി ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിൽ ഇതുവരെ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി റൈഡിംഗ് റിപ്പോർട്ടറിന്റെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം സ്മിത ഹരിദാസത്തും. നമസ്കാരം.